ദിനത്തിന്റെ തലേന്ന് കേരളത്തിൽ പതിവായി നടക്കേണ്ട ഒരു പ്രധാന പ്രഖ്യാപനം ഇത്തവണ അവസാന നിമിഷം വരെ നീണ്ടു. സേനാംഗങ്ങളുടെ മികച്ച സേവനത്തെ അംഗീകരിച്ച് നൽകുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പട്ടിക ഓഗസ്റ്റ് 14 രാത്രി 11 മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. വിവിധ സേനകളിലായി 282 പേരാണ് മെഡലിന് അർഹരായത്. പതിവായി സ്വാതന്ത്ര്യദിന തലേന്നാണ് പട്ടിക പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലായിരുന്നു പ്രഖ്യാപനം. വർഷം തോറും നടക്കുന്ന ഒരു പതിവ് നടപടിക്ക് എന്തുകൊണ്ടാണ് അവസാന മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്നത്? ഇത് അപ്രതീക്ഷിതമായി വന്ന ഒരു പരിപാടിയല്ല. സ്വാതന്ത്ര്യദിനം ഏത് ദിവസമാണെന്നും മെഡൽ പട്ടിക എപ്പോൾ തയ്യാറാക്കണമെന്നും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും പട്ടിക തയ്യാറാക്കൽ രാത്രി വരെ നീണ്ടുവെങ്കിൽ അത് സാധാരണ താമസമെന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കി കളയാനാകുമോ? അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗാലണ്ടറി സർവീസ് മെഡലുകളുടെ ദേശീയ പട്ടിക ഓഗസ്റ്റ് 14 രാവിലെ 8:59 തന്നെ പുറത്തുവിട്ടിരുന്നു. രാജ്യത്താകെ 1057 പേർക്കാണ് വിവിധ വിഭാഗങ്ങളിലായി മെഡലുകൾ പ്രഖ്യാപിച്ചത്. അതേ ദിവസം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പട്ടികയ്ക്ക് രാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നത് ഭരണപരമായ ഏകോപനത്തിലെ വീഴ്ചയാണെന്ന വിമർശനത്തിനാണ് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മെല്ലെ പോക്കാണ് പട്ടിക വൈകാൻ കാരണമായത്. മെഡൽ പ്രഖ്യാപനം വൈകുന്നതായി മാധ്യമ വാർത്ത വന്നതിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് എത്ര സമയമെടുത്താലും ഇന്നു തന്നെ പട്ടിക പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. അതിന് പിന്നാലെയാണ് രാത്രി 11 കഴിഞ്ഞ് പട്ടിക പുറത്തു വന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം ഉയരുന്നു. ഒരു മാധ്യമ റിപ്പോർട്ട് വരുന്നതുവരെ സർക്കാരിന്റെ സംവിധാനം എന്തുകൊണ്ട് ഉണർന്നില്ല? ഒരു പതിവ് നടപടിക്ക് പോലും സമയക്രമം പാലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അതിന്റെ ഭരണപരമായ ഉത്തരവാദിത്തം ആരുടേതാണ്? ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനും തിരുത്താനും രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയേണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകുന്ന സംസ്ഥാന ബഹുമതിയാണിത്. അതുകൊണ്ട് പട്ടികയുടെ സമയബന്ധിതത്വം ഒരു വകുപ്പിന്റെ സാങ്കേതിക നടപടിയായി മാത്രം കാണാനാകില്ല. സർക്കാരിന്റെ ഏകോപനം, മേൽനോട്ടം, ഫയൽ നീക്കം, തീരുമാനമെടുക്കൽ എന്നിവ എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നുവെന്നതിന്റെ ചെറിയൊരു പരീക്ഷണം കൂടിയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും മുൻവർഷങ്ങളിലെ മുഖ്യമന്ത്രിയുടെ മെഡൽ ജേതാക്കളുടെ പട്ടികകൾ വർഷാവർഷങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച നടപടിക്രമമുള്ള പതിവ് സംവിധാനമാണത്. ഇത്തരമൊരു ആവർത്തിത നടപടിയിൽ പോലും അവസാന നിമിഷം വരെ ഫയൽ കുടുങ്ങുന്നത് ഭരണ സംവിധാനത്തിലെ ഉത്തരവാദിത്ത ശൃംഖല എത്ര കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന സംശയം ഉയർത്തുന്നു. ഇവിടെ വിമർശനം മെഡൽ ലഭിച്ച 282 ഉദ്യോഗസ്ഥരുടെയല്ല, അവരുടെ സേവനത്തിനുള്ള അംഗീകാരം അർഹിച്ചതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ മെഡൽ സേവന ജീവിതത്തിലെ അഭിമാനകരമായ അംഗീകാരമാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനം പോലുള്ള ദേശീയ പ്രാധാന്യമുള്ള ദിവസത്തിന് മുന്നോടിയായുള്ള ആ ബഹുമതി. പട്ടിക വരുമോ ഇല്ലയോ എന്ന ആശങ്കയിലേക്ക് മാറുന്നത് ഒരു സർക്കാരിനും അഭിമാനകരമല്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പറയാവുന്ന വാദവുമുണ്ട്. പട്ടിക ഒടുവിൽ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് പുറത്തിറങ്ങി. ആഭ്യന്തരമന്ത്രി ഇടപെട്ട നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷ ഇടപെടൽ തന്നെ അതിനു മുമ്പുണ്ടായ ഏകോപന കുറവിന്റെ തെളിവായി വിമർശകർ ചൂണ്ടിക്കാണിക്കും. ഇത്രയും വൈകിയത് ഇതാദ്യമാണോ എന്ന ചോദ്യം ഉയരാം. ഇത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്ന് ലഭ്യമായ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ പതിവ് പ്രഖ്യാപനം രാത്രി 11 മണിക്ക് ശേഷത്തേക്ക് നീണ്ടത് തീർച്ചയായും അസാധാരണമാണ്. ഒടുവിൽ പട്ടിക വന്നു. 282 പേർക്ക് അംഗീകാരം ലഭിച്ചു. പക്ഷെ അതോടെ ചോദ്യം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വൈകിയത്? ആരാണ് ഉത്തരവാദി? ഒരു മാധ്യമ വാർത്തയ്ക്ക് ശേഷം മാത്രമാണോ സർക്കാർ സംവിധാനങ്ങൾ വേഗത്തിലാകേണ്ടത്? ഒരു മെഡൽ പട്ടികയ്ക്ക് പോലും അവസാന മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ ഭരണയന്ത്രം ശരിക്കും ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ഉയരുന്നത് സ്വാഭാവികമാണ്.